9th ക്ലാസ്സിൻ്റെ ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ഈ ഒരു പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യനും ആൻസറും ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ പാഠം ഫുള്ളായിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളം മീഡിയം കൂട്ടുകാർക്കും ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒരുക്കിയിട്ടുള്ളത്. മലയാളം മീഡിയം കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ പറയുന്നതാണ്. ഇത് നമ്മുടെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ ആദ്യം അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനു മുൻപ് ഈ ഒരു പാഠത്തിൽ പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചും മെക്കാനിക്കൽ ഡൈജഷൻ, കെമിക്കൽ ഡൈജഷൻ, അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, വില്ലസ്, ബ്ലഡ്, ലിംഫ്, ബ്ലഡ് സർക്കുലേഷൻ, ഹാർട്ട് സ്ട്രക്ചർ, ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, ഹെൽത്ത് ഓഫ് ദി ഹാർട്ട്, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ പറഞ്ഞത്. ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റവും അതുപോലെ തന്നെ മെക്കാനിക്കൽ ഡൈജഷൻ, കെമിക്കൽ ഡൈജഷൻ, ഇത്രയും ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി വരുന്ന ടോപ്പിക്സൊക്കെ ഡിസ്കസ് ചെയ്യാം. മലയാളത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് ദഹന വ്യവസ്ഥ, യാന്ത്രിക ദഹനവും രാസിക ദഹനവും, പോഷകാകിരണം, വില്ലസ്, രക്തം, ലിംഫ് ഘടകങ്ങൾ, രക്തപര്യനം, ഹൃദയത്തിൻ്റെ ഘടന, ഹൃദയസ്പന്ദനം, രക്തസമ്മർദ്ദം, ഹൃദയാരോഗ്യം, അതുപോലെ തന്നെ സംവഹനം സസ്യങ്ങളിൽ. ഇതിൽ 18th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 17th ക്വസ്റ്റ്യൻ വരെ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 18th ക്വസ്റ്റ്യൻ ഇതാണ്. ദ റീസൺ ഫോർ സെയിങ് ഡോണ്ട് ടോക്ക് വൈൽ ഈറ്റിംഗ് ഇസ്. നമ്മൾ പറയാറുണ്ട് അല്ലേ, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? If you talk while eating, the epiglottis will not close and the food will pass into the windpipe, causing difficulty in breathing. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യില്ല? അടയില്ല. എപ്പിഗ്ലോട്ടിസ് അടയാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ വിൻഡ് പൈപ്പിലേക്ക്, അതായത് നമ്മൾ ശ്വസിക്കുന്ന വിൻഡ് പൈപ്പിലേക്ക് ഫുഡ് പോകും. ഫുഡ് പോകുന്ന സമയത്ത് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പിഗ്ലോട്ടസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. എപ്പിഗ്ലോട്ടിസ് ആക്ട് ആസ് എ ലീഡ് ഓവർ ദി ട്രക്കിയ. അതായത് ശ്വസനനാളത്തെ മൂടുന്ന ഒരു മൂടിയായിട്ട്, ഒരു ലിഡായിട്ടാണ് എപ്പിഗ്ലോട്ടസ് ആക്ട് ചെയ്യുന്നത്. ഇനി 19th ക്വസ്റ്റ്യൻ നോക്കാം. കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായി തോന്നും, പക്ഷെ മനസ്സിലാക്കിയാൽ ചെറിയൊരു ക്വസ്റ്റ്യനും ആൻസറുമാണ്. കെമിക്കൽ ഡൈജഷൻ ആൻഡ് ഇറ്റ്സ് ചേഞ്ചസ് ഇൻ ഫുഡ് എക്കോർ ഇൻ ദ മൗത്ത്, സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. രാസദഹനം നടക്കുന്നത് ഫുഡിൻ്റെത് മൗത്തിൽ വെച്ചും സ്റ്റൊമക്കിൽ വെച്ചും സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ചെറുകുടലിൽ വെച്ചുമാണ്. അവിടെയൊക്കെ എന്താണ് ഈ ഫുഡിന് സംഭവിക്കുന്നത്? മൗത്തിൽ വെച്ച് എന്താണ് സംഭവിക്കുന്നത്? ദി എൻസൈം സലീവറി അമിലേസ് സെക്രിയേറ്റഡ് ബൈ ദ സലീവറി ഗ്ലാൻഡ്സ് ഇനിഷ്യേറ്റ്സ് ദി ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച്. നമ്മുടെ മൗത്തിൽ സലീവറി എമിലേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സലീവറി ഗ്ലാൻഡ്സ് ആണ്. ഈ സലീവറി ഗ്ലാൻഡ്സ് എന്ത് ചെയ്യും? നമ്മുടെ ഫുഡിലുള്ള സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ആക്കും, ദഹിപ്പിക്കും. ഫുഡിലുള്ള സ്റ്റാർച്ചിനെ ദഹിപ്പിക്കും. സലീവറി ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? സലീവറി അമിലേസ്. അത് ഓർത്ത് വെക്കുക. ഇത് നടക്കുന്നത് മൗത്തിൽ വെച്ചാണ്, നമ്മുടെ വായിൽ വെച്ചാണ്. ഇനി നമുക്ക് സ്റ്റൊമക്കിൽ വെച്ച് എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. പെപ്സിൻ ആൻ എൻസൈം ഇൻ ഗാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് പാർഷ്യലി ഡൈജസ്റ്റ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പേസ്. Another enzyme helps in the digestion of lipids. ഇവിടെ നമുക്ക് 2 എൻസൈമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പെപ്സിനും ലിപ്പേസും. പെപ്സിൻ എന്താ ചെയ്യുന്നത്? പെപ്സിൻ ഒരു ഗാസ്ട്രിക് ജ്യൂസാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് ആണ്. ഇത് പ്രോട്ടീനെ ഡൈജസ്റ്റ് ആക്കും. പെപ്സിന് പ്രോട്ടീനെ ഡൈജസ്റ്റ് ആക്കും. ആ കാര്യം ഓർത്ത് വെക്കുക. പെപ്സിൻ പ്രോട്ടീനെ ഡൈജസ്റ്റ് ആക്കും. അതുപോലെ തന്നെ മറ്റൊരു എൻസൈമാണ് ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം. ലിപ്പേസ് എന്താ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ആക്കും. ലിപ്പേസ് ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ആക്കും, പെപ്സിന് പ്രോട്ടീനെ ഡൈജസ്റ്റ് ആക്കും. ഇത് നടക്കുന്നത് സ്റ്റൊമക്കിൽ വെച്ചാണ്, വയറിൽ വെച്ചാണ്. ഈ കാര്യം ക്ലിയർ ആണല്ലോ? ഇനി സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് വരാം. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ഒരു ബൈൽ എന്ന് പറയുന്ന ഒരു എൻസൈം ആണുള്ളത്. ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. ബൈൽ സെക്രിയേറ്റഡ് ബൈ ലിവർ. ഇറ്റ് ബ്രേക്ക് ഡൗൺ ഫാറ്റ് ഓർ ലിപ്പിഡ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾ. ബൈൽ എന്താ ചെയ്യുക? ബൈൽ ഫാറ്റിനെയും ലിപ്പിഡിനെയും ഒക്കെ കൊഴുപ്പിനെയൊക്കെ എന്താക്കും? സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റും, ചെറിയ ചെറിയ കണികകളാക്കി മാറ്റും. പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഓഫ് പാങ്ക്രിയാസ് കണ്ടെയ്ൻ പാങ്ക്രിയാറ്റിക് അമിലേസ്. ഡൈജസ്റ്റ് സ്റ്റാർച്ച് ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ് പാർഷ്യലി.
അതുപോലെ തന്നെ നമ്മുടെ പാങ്ക്രിയാസിൽ പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട്. പാങ്ക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാങ്ക്രിയാറ്റിക് ജ്യൂസ്. ഈ പാങ്ക്രിയാറ്റിക് ജ്യൂസിലെ പാങ്ക്രിയാറ്റിക് അമിലേസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യും? കാർബോഹൈഡ്രേറ്റ്സ് പോലുള്ള സ്റ്റാർച്ചിനെയൊക്കെ പാർഷ്യലി ഡൈജസ്റ്റ് ആക്കും. കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ആക്കില്ല, മുഴുവനായിട്ടും അതിനെ ദഹിപ്പിക്കില്ല, ബട്ട് പാർഷ്യലി ഡൈജസ്റ്റ് ആക്കും. ഓക്കെ, പാർഷ്യലി ഡൈജസ്റ്റ് ആക്കും. ട്രിപ്സിൻ ഡൈജസ്റ്റ് പ്രോട്ടീൻസ് പാർഷ്യലി. ഓക്കെ, പ്രോട്ടീൻസിന് ട്രിപ്സിനാണ് പാർഷ്യലി ഡൈജസ്റ്റ് ആക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെപ്സിന് പാർഷ്യലി പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യും. സ്റ്റൊമക്കിൽ വെച്ചിട്ട് പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ആക്കും. ഇവിടെ ഏത് എൻസൈമാണ്? ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈമാണ് പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ആക്കുക. ആൻഡ് ദി ലിപ്പീസ് ഡൈജസ്റ്റ് ദ ലിപ്പിഡ്സ് കംപ്ലീറ്റ്ലി ഇൻ ടു ദ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഇവിടെ ലിപ്പീസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യും? ലിപ്പിഡ്സിനെ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ആക്കും, മുഴുവനായിട്ടും അതിനെ ദഹിപ്പിച്ച് ലിപ്പിഡ്സിനെ എന്താക്കി മാറ്റും? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. Various enzymes called carbohydrases in the intestinal juice produced by the small intestine break down the carbohydrate into glucose, fructose or galactose. അതുപോലെ തന്നെ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വാരിയസ് ആയിട്ടുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് പോലുള്ള എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ചെയ്യുക? ഇത് കാർബോഹൈഡ്രേറ്റുകളെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്, കാർബോഹൈഡ്രേറ്റുകളെയൊക്കെ പൊട്ടിച്ചിട്ട് അതിനെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസും ആക്കി മാറ്റും. ഒന്നെങ്കിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് അല്ലെങ്കിൽ ഗാലക്ടോസ് ആക്കിയിട്ട് മാറ്റും കാർബോഹൈഡ്രേറ്റ്സിനെ. അനദർ എൻസൈം പ്രോട്ടിയേസസ് കൺവേർട്ട് പ്രോട്ടീൻസ് ഇൻറ്റു അമിനോ ആസിഡ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ മറ്റൊരു എൻസൈമാണ് പ്രോട്ടിയേസസ്. ഈ പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈം പ്രോട്ടീനുകളെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ മനസ്സിലുണ്ടാവുമല്ലേ എന്തൊക്കെയോ ആയി മാറുന്നു അല്ലേ, എന്തൊക്കെ എൻസൈം വരുമ്പോൾ അതിനെ ഇതാക്കി മാറ്റുന്നതെന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ ക്ലിയർ ആക്കണം. ഇതൊന്നും കൂടി വായിക്കുക, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി വായിക്കുക, എന്നിട്ട് നോട്ട് എടുക്കുക, എന്നിട്ട് ചെറുതായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇപ്പോൾ പെപ്സിൻ എന്താക്കും? പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും, അത് നടക്കുന്നത് സ്റ്റൊമക്കിൽ വെച്ചാണ്. ലിപ്പിഡ്സിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും, അത് നടക്കുന്നത് സ്റ്റൊമക്കിൽ വെച്ചാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ ഓരോരോ പോയിൻ്റ് ആക്കി എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഒന്നുകൂടി റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവരുടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. മൗത്തിൽ വെച്ചിട്ട് സ്റ്റാർച്ചിനോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനോ എന്താണ് സംഭവിക്കുന്നത്? ആക്ഷൻ ഓഫ് സലീവറി അമിലേസ്. അവിടെ സലീവറി അമിലേസ് വന്ന് സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യും. പ്രോട്ടീനും ലിപ്പിഡിനും ഒന്നും അവിടെ സംഭവിക്കില്ല. മൗത്തിൽ വെച്ചിട്ട് പ്രോട്ടീനോ ലിപ്പിഡിനോ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇനി സ്റ്റൊമക്കിലേക്ക് വരുന്ന സമയത്ത് അവിടെ പെപ്സിൻ എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ആവും. ആക്ഷൻ ഓഫ് പെപ്സിൻ പ്രൊഡ്യൂസ് ആയിട്ട് അത് പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ലിപ്പിഡിനെ പാർഷ്യലി ഡൈജസ്റ്റ് ആക്കും. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വരുമ്പോഴാണ് പ്രധാന കാര്യങ്ങൾ നടക്കുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പാങ്ക്രിയാറ്റിക് അമിലേസ് ഉണ്ട്, കൺവേർട്സ് ഇൻറ്റു ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഓർ ഗാലക്ടോസ് ബൈ ദി ആക്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഈ സ്റ്റാർച്ചിനെ പാങ്ക്രിയാറ്റിക് അമിലേസ് എന്താക്കി മാറ്റും? ഗ്ലൂക്കോസോ ഫ്രക്ടോസോ ഗാലക്ടോസോ ആക്കി മാറ്റും. പ്രോട്ടീനെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ട്രിപ്സിന് പാർഷ്യലി ഡൈജസ്റ്റ് ആക്കും, ഫുള്ളി ഡൈജസ്റ്റഡ് ആക്കും. അതുപോലെ തന്നെ പ്രോട്ടീൻസ് എന്താക്കും? ഈ പ്രോട്ടീനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റും. ഇനി ലിപ്പിഡിന് എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നത്? ബ്രേക്ക് ഡൗൺ ഇൻറ്റു സ്മോൾ, അത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. സ്മോൾ പാർട്ടിക്കിൾസ് ബൈ ദ ആക്ഷൻ ഓഫ് ബൈൽ ആരാ സെക്രീറ്റ് ചെയ്യുന്ന? ലിവറാണ്. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ബൈൽ. അത് ഉപയോഗിച്ചിട്ട് ഈ ലിപ്പിഡ് എന്താക്കും? ബ്രേക്ക് ഡൗൺ ചെയ്യും. കൺവേർട്ട് ഇൻറ്റു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ബൈ ദ ആക്ഷൻ ഓഫ് ലിപ്പീഡ്സ് എന്താക്കും? ഈ ലിപ്പിഡിനെ കംപ്ലീറ്റ്ലി ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ആക്കി മാറ്റും. ഈ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ടല്ലോ, അതിന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ഒരു ടേബിൾ രൂപത്തിൽ എഴുതിയതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 20th ക്വസ്റ്റ്യൻ ഇതാണ്. The dash of the esophagus help in bringing the food to the stomach. Esophagus-ന്റെ ഏത് ഭാഗമാണ് ഫുഡിനെ സ്റ്റൊമക്കിലെത്തിക്കുന്നത്? പെരിസ്റ്റാലിസിസ് ആണ്. The peristalsis of the esophagus helps in bringing the food to the stomach. ഇനി 21st ക്വസ്റ്റ്യൻ ഇതാണ്. The components in gastric juice. Function of each. ഗാസ്ട്രിക് ജ്യൂസിൽ എന്തൊക്കെയാണുള്ളത്? അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ദ എൻസൈം പെപ്സിൻ ആൻഡ് മ്യൂക്കസ്.
ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, പെപ്സിൻ ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡെസ്ട്രോയ് ജേംസ് ഇൻ ദ ഫുഡ്, റെഗുലേറ്റ്സ് ഇറ്റ്സ് pH. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫുഡിലുള്ള കീടനാശിനി ജേംസിനെയൊക്കെ എന്ത് ചെയ്യും? ഡെസ്ട്രോയ് ചെയ്യും, ഇല്ലാണ്ടാക്കും. അതുപോലെ തന്നെ ഫുഡിൻ്റെ പി എച്ച് നമുക്കറിയാലോ, ആസിഡ്, ആൽക്കലി, ന്യൂട്രൽ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ pHനെ റെഗുലേറ്റ് ചെയ്യാനും ഹൈഡ്രോക്ലോറിക് ആസിഡാണ് സഹായിക്കുന്നത്. ഇനി പെപ്സിൻ എന്തിനാണ് സഹായിക്കുന്നത്? പെപ്സിൻ പാർഷ്യലി ഡൈജസ്റ്റ് പ്രോട്ടീൻസിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നതാണ് പെപ്സിൻ, കംപ്ലീറ്റ്ലി അല്ല, പാർഷ്യലി. ഇനി അടുത്ത മ്യൂക്കസിൻ്റെ കേസ് നോക്കാം. മ്യൂക്കസ് എന്താ ചെയ്യുന്നത്? പ്രൊട്ടക്ട്സ് ദി സ്റ്റൊമക് വാൾ ഫ്രം ദി ആക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒക്കെ നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുഡിനെ ദഹിപ്പിക്കാൻ വേണ്ടി പല തരത്തിലുള്ള ഡൈജസ്റ്റീവ് ജ്യൂസസ് നമ്മുടെ സ്റ്റൊമക്കിലുണ്ടാവും അല്ലേ. ഇതിൽ നിന്നൊക്കെ നമ്മുടെ സ്റ്റൊമക് വാളിനെ, വയറിൻ്റെ ആ ഒരു ഭിത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയാണ് മ്യൂക്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യം കംപ്ലീറ്റ്ലി പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡൈജസ്റ്റീവ് ജ്യൂസ് ഓഫ് ലിവർ, ഇറ്റ്സ് ഫങ്ഷൻ. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് ഏതാണ്? അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ബൈലാണ് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ്. തോ ഇറ്റ് ഹാസ് നോ എൻസൈം, അതിൽ എൻസൈം ഒന്നുമില്ല. ഇറ്റ് ബ്രേക്സ് ഫാറ്റ്സ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്, അത് എന്ത് ചെയ്യും? ഫാറ്റിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കും. ആൻഡ് റെഗുലേറ്റ് ദ pH ഓഫ് ഫുഡ്, ഫുഡിൻ്റെ pHനെ റെഗുലേറ്റ് ചെയ്യും. ഇതാണ് ബൈൽ ചെയ്യുന്ന ജോലി. ഇനി 23 ക്വസ്റ്റ്യൻ ആണ്: ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ ABCD ഇൻ ദ ഫിഗർ. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് ABCD ഇങ്ങനെ അടയാളപ്പെടുത്തിയത് കാണാം. ഇതിൽ A എന്താണ്, B എന്താണ്, C എന്താണ്, D എന്താണ്? A എന്ന് പറയുന്നത് ലിവറാണ്. ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ബൈ, ഏറ്റവും വലിയ ഗ്ലാൻഡാണ് ലിവർ എന്ന് പറയുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബൈലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. B കാണുന്നത് ഗാൾ ബ്ലാഡറാണ്. ഗാൾ ബ്ലാഡറിന് എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? ബൈൽ സ്റ്റോർ ആൻഡ് മിക്സഡ് വിത്ത് ബ്ലഡിൽ ബൈൽ മിക്സ് ആവുന്നതും അതുപോലെ തന്നെ ബൈലിനെ സ്റ്റോർ ചെയ്യുന്നതും ഗാൾ ബ്ലാഡറിലാണ്. C പാങ്ക്രിയാസ് ആണ്. പാങ്ക്രിയാസ് പ്രൊഡ്യൂസസ് ഡൈജസ്റ്റീവ് ജ്യൂസ് കണ്ടെയ്ൻ വാരിയസ് എൻസൈം. ഒരുപാട് എൻസൈമുകൾ അടങ്ങുന്ന ഡൈജസ്റ്റീവ് ജ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് പാങ്ക്രിയാസ് ചെയ്യുന്നത്. D ആണ് ഡ്യോഡിനം. ദ പാർട്ട് വെർ ബൈൽ ആൻഡ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് മിക്സ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ ചെറുകുടലിൽ ബൈലും അതുപോലെ തന്നെ പാങ്ക്രിയാറ്റിക് ജ്യൂസ് മിക്സ് ചെയ്യുന്ന സ്ഥലമാണ് ഡ്യോഡിനം. 24th ക്വസ്റ്റ്യൻ: അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട്സ് ലെഫ്റ്റ് അൺഅബ്സോർബിൾ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ടേക്സ് പ്ലേസ് ഇൻ. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈന്, ചെറുകുടലിന് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യാത്ത ബാക്കി വരുന്ന ഈ വാട്ടറും സാൾട്ടൊക്കെ അബ്സോർബ് ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ്, വലിയ കുടലിൽ വെച്ചാണ്. 25th ക്വസ്റ്റ്യൻ: വൈറ്റമിൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആസ് എ റിസൾട്ട് ഓഫ് ദി ആക്ഷൻ ഓഫ് സർട്ടീൻ ബാക്ടീരിയ. ചില ബാക്ടീരിയകളുടെ സഹായം കൊണ്ടാണ് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ കുറച്ച് വൈറ്റമിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? വൈറ്റമിൻ B കോംപ്ലെക്സ് ആൻഡ് വിറ്റാമിൻ K. ഓക്കെ ആണല്ലോ. In 26th question, how suitable is the structure of the small intestine for nutrient absorption? പോഷകങ്ങളെ ആഗിരണം ചെയ്യാൻ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് ചെറുകുടലിൻ്റെ സ്ട്രക്ചർ സഹായിക്കുന്നത്? The small intestine, which is about 6 meters long and 2.5 centimeter in diameter. സ്മോൾ ഇൻറ്റസ്റ്റൈന് 6 meters long, അതിൻ്റെ ലെങ്ത് വരുന്നത് 6 meter ആണ്. ആൻഡ് 2.5 centimeter ആണ് അതിൻ്റെ ഡയമീറ്റർ, ചുറ്റളവ് വരുന്നത്. ഇസ് ഇലോങ്ങേറ്റഡ് ആൻഡ് കോയിൽഡ്, അത് നീളമുള്ളതുമാണ്, അതുപോലെ തന്നെ കോയിൽഡ് ആയിട്ടാണ് കാണുന്നത്. ന്യൂമറസ് ഫിംഗർ ലൈക്ക് ഫോൾഡിങ്സ് വില്ലി ആർ ഫൗണ്ട് ത്രൂ ഔട്ട് ദി ഇന്നർ വാൾ ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇന്നർ വാളിൽ, അതായത് ഉള്ളിലുള്ള ഭിത്തികളിലെല്ലാം ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാം, ഫിംഗർ ലൈക്ക് ഫോൾഡിങ്സ്. അതിന് നമ്മൾ വില്ലി എന്നൊക്കെ പറയാറുണ്ട്, അതുണ്ട്. അതുപോലെ തന്നെ ബിക്കോസ് ദ പ്രൈമറി സർഫസ് ഓഫ് വില്ലേഴ്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽസ്, ദ അബ്സോർപ്ഷൻ ഈസ് ഈസി ആൻഡ് ഫെസിലിറ്റേറ്റഡ്. വില്ലസിൻ്റെ പ്രൈമറി സർഫസ്, അതായത് വില്ലസിൻ്റെ പ്രതലത്തിൽ സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്, ഒരു ഒറ്റ ലെയറിലുള്ള എപ്പിത്തീലിയൽ സെൽസ്. ഇതെന്തിനാണ് സഹായിക്കുന്നത്? ആഗിരണം ചെയ്യാൻ, പെട്ടെന്നും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽസ്. ഇതെവിടെയാണുള്ളത്? പ്രൈമറി സർഫസ് ഓഫ് വില്ലസ്. 27th ക്വസ്റ്റ്യൻ ആണ്: സ്പെഷ്യൽ പാർട്ട് ഇൻ ദി ഇന്നർ ലൈനിങ് ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഫോർ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. പോഷകങ്ങളെ ആഗിരണം ചെയ്യാൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിൻ്റെ ഇന്നർ വാളിൽ കാണുന്ന സ്പെഷ്യൽ പാർട്ടിനെ എന്താണ് പറയുക?
എന്താണ് പറയുക, വില്ല് എന്നാണ് പറയുക. കൂടുതലുണ്ടാകുമ്പോൾ അതിന് നമ്മൾ വില്ലേഴ്സ് എന്ന് പറയാറുണ്ട്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മലയാളത്തിലുള്ള ചോദ്യങ്ങൾ നോക്കാം. 18ാമത്തെ ചോദ്യം, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയാനുള്ള കാരണം. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചാൽ എപ്പിഗ്ലോട്ടിസ് അടയാതെ വരികയും ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടന്ന് ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം, വായിലും ആമാശയത്തിലും, ആമാശയം നമ്മുടെ സ്റ്റൊമക്ക്, അതുപോലെ തന്നെ ചെറുകുടലിലും നടക്കുന്ന രാസിക ദഹനവും, അതായത് കെമിക്കൽ ഡൈജഷൻ, ആഹാരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ അത് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. വായിൽ എന്താണ് നടക്കുന്നത്, ഉമിനീര് ഗ്രന്ഥികൾ സ്രവിക്കുന്ന, അതായത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അവരുണ്ടാക്കുന്ന ഉമിനീരിലെ സലീവറി അമലേസ് എന്ന എൻസൈം അന്നജത്തിന്, അതായത് സ്റ്റാർച്ചിന് ദഹനത്തിന് തുടക്കമിടുന്നു. ആമാശയത്തിൽ ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസത്തിലെ എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുമ്പോൾ ലിപ്പേസുകൾ കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നു. ഇവിടെ ഓരോ പ്രധാനപ്പെട്ടതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഓർക്കണം നിങ്ങൾ കേട്ടോ. ഇനി ചെറുകുടലിന് കരളിൻ്റെ പിത്തരസം കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്നു. പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാങ്ക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈമുകളായ പാങ്ക്രിയാറ്റിക് അമിലേസ് അന്നജത്തെയും ട്രിപ്സിൻ പ്രോട്ടീനുകളെയും ഭാഗികമായി ദഹിപ്പിക്കുമ്പോൾ ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് അതിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റ്സുകൾ എന്ന തരം എൻസൈമുകൾ, കാർബോഹൈഡ്രേറ്റ്സുകൾ എന്ന് പറയുന്ന എൻസൈമുകൾ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളാക്കി ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കുമ്പോൾ പ്രോട്ടീസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ഓക്കെ, ഇതൊന്നും കൂടി വായിച്ചു നോക്കട്ടെ. നിങ്ങൾ പോസ് അടിച്ച് ഒന്നും കൂടി വായിച്ചു നോക്കാം. നമുക്ക് ഈ ടേബിൾ നോക്കാം. വായിൽ വെച്ചിട്ട് അന്നജത്തിന് അഥവാ കാർബോഹൈഡ്രേറ്റിന് എന്താ സംഭവിക്കുന്നത്, സലൈവറി അമിലേസിൻ്റെ പ്രവർത്തനമുണ്ട്. പ്രോട്ടീനും കൊഴുപ്പിനും ഒന്നും സംഭവിക്കുന്നില്ല. ഇനി ആമാശയത്തിൽ പെപ്സിൻ്റെ പ്രവർത്തനം നടക്കും പ്രോട്ടീനുകളുടെ ഭാഗത്ത്, കൊഴുപ്പിൻ്റെ ഭാഗത്ത് ലിപ്പേസുകളുടെ പ്രവർത്തനം നടക്കും. പിന്നെ ചെറുകുടലിൽ അന്നജത്തിന് എന്താ സംഭവിക്കുക, പാങ്ക്രിയാറ്റിക് അമിലേസിൻ്റെ പ്രവർത്തനം, കാർബോഹൈഡ്രേറ്റ്സുകളുടെ പ്രവർത്തനത്താൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയായിട്ട് അന്നജം മാറുന്നു. ഇനി പ്രോട്ടീനുകളത് നോക്കാം. ട്രിപ്സിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻസുകളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളായിട്ട് നമ്മുടെ പ്രോട്ടീന് മാറുന്നുണ്ട്. ഇനി ചെറുകുടലിൽ കൊഴുപ്പിൻ്റെത് നോക്കാം. പിത്തരസം കണികകളാക്കുന്നു. പിത്തരസം എന്ത് ചെയ്യുന്നു, കൊഴുപ്പിനെ കണികകളാക്കുന്നു. ലിപ്പേസുകളുടെ പ്രവർത്തനത്താൽ അത് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് മാറുന്നു. ഇനി 20ാമത്തെ ചോദ്യം, ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്നതിന് അന്നനാളത്തിൻ്റെ ഡാഷ് സഹായകമാണ്. എന്താണ് ആഹാരത്തിനെ നമ്മൾ ആമാശയത്തിലെത്തിക്കാൻ അന്നനാളത്തിൻ്റെ ഏത് ഭാഗമാണ് സഹായിക്കുന്നത്, പെരിസ്റ്റാൾസിസ് ആണ്. 21ാമത്തെ ചോദ്യം, ആമാശയരസത്തിലെ ഘടകങ്ങൾ ഓരോന്നിൻ്റെയും ധർമ്മം എഴുതുക. ആമാശയരസങ്ങൾ ഏതൊക്കെയാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, പെപ്സിൻ ഉണ്ട്, അതുപോലെ തന്നെ ശ്ലേഷ്മം. ഹൈഡ്രോക്ലോറിക് ആസിഡ് രോഗാണുക്കളെ നശിപ്പിക്കുന്നു, അതിൻ്റെ pH ക്രമീകരിക്കുന്നു. പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. പിന്നെ ശ്ലേഷ്മം എന്താ ചെയ്യുന്നത്, മ്യൂക്കസ് എന്നാണ് നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയട്ടോ. ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. 22ാമത്തെ ചോദ്യം, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഇതിൻ്റെ ധർമ്മം എന്ത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ബൈൽ അഥവാ പിത്തരസം. നമ്മൾ പറഞ്ഞു പിത്തരസം അതെന്താ ചെയ്യുന്നത്, ഇതിൽ എൻസൈമുകൾ ഇല്ലെങ്കിലും, പിത്തരസത്തിൽ എൻസൈമുകളൊന്നും ഇല്ലെങ്കിലും അത് കൊഴുപ്പിനെ കണികകളാക്കി pH ക്രമീകരിക്കുന്നുണ്ട്. ഇനി 23, ചിത്രത്തിൽ ABCD തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഇവിടെ നമുക്കൊരു ചിത്രം കാണാമല്ലോ. അതിൽ A എന്ന് പറയുന്നത് കരളാണ്, അത് ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. പിത്തരസത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നതും കരൾ അഥവാ ലിവറാണ്. B പിത്താശയമാണ്, പിത്തരസം സംഭരിച്ച് രക്തത്തിലേക്ക് കലർത്തുന്നത് പിത്താശയമാണ്. ഇനി C വരുന്നത് പാങ്ക്രിയാസ് ആണ്, അത് വിവിധ എൻസൈമുകൾ അടങ്ങിയ ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നു. D പാക്വാശയം, പിത്തരസവും പാങ്ക്രിയാറ്റിക് ജ്യൂസും ചെറുകുടലിന് കലരുന്ന ഭാഗമാണ്. ഇനി 24, ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടാത്ത അവശേഷിക്കുന്ന ജലത്തിൻ്റെയും ലവണങ്ങളുടെയും ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചാണ്, വൻകുടലിൽ വെച്ചാണ്. 25, ചില ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി വൻകുടലിനകത്തുണ്ടാകുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്, വിറ്റാമിൻ B കോംപ്ലക്സും വിറ്റാമിൻ Kയുമാണ്. 26, ചെറുകുടലിൻ്റെ ഘടന പോഷകങ്ങളുടെ ആഗികരണത്തിന് എത്രത്തോളം അനുയോജ്യമാണ്. നമ്മൾ പറഞ്ഞല്ലോ ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതിൻ്റെ സ്ട്രക്ചർ
നമ്മുടെ പോഷകങ്ങളെ അബ്സോർബ് ചെയ്യാൻ എത്രത്തോളം അനുയോജ്യമാണ്? നമുക്കറിയാം നമ്മുടെ ചെറുകുടൽ 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെൻറ്റിമീറ്റർ വ്യാസം ഡയമീറ്ററുമുള്ളതുമായതാണ് ചെറുകുടൽ. നീണ്ട് ചുരുണ്ട് കിടക്കുന്നതാണ്. ഇതിൻ്റെ ഉൾഭിത്തിയിലുടനീളം വിരലുകൾ പോലുള്ള വില്ലസുകൾ എന്ന ഉൾമടക്കുകൾ കാണപ്പെടുന്നു. വില്ലസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. വില്ലസിൻ്റെ പ്രാഥമിക പ്രതലം ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായതിനാൽ പോഷകാഗീകരണം എളുപ്പമാകുന്നു. 27 പോഷക ഘടകങ്ങളുടെ ആഗീകരണത്തിനായി ചെറുകുടലിൻ്റെ ഉൾഭിത്തിയിലുള്ള സവിശേഷ ഭാഗങ്ങൾ ഏത്? നമ്മൾ പറഞ്ഞല്ലേ, വിരലുകൾ പോലുള്ള വില്ലസുകളാണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇതുപോലെ മലയാളത്തിൻ്റെയും ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഓക്കെ, നിങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോഴാണ് നമുക്ക് ക്ലാസ് എങ്ങനെയുണ്ട് അതൊക്കെ നിങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ സജഷൻസാണ് നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിയിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്